തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശി എത്ര കണ്ടാലും കേട്ടാലും മടുപ്പനുഭവപ്പെടാത്ത അപൂർവം ചില സ്ഥലങ്ങളിലൊന്ന്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളും ഗ്രാമീണ കാഴ്ചകളും കൃഷിയിടങ്ങളും ഡാമുകളും മലകളും എല്ലാം ഒത്തുചേർന്ന സ്വർഗതുല്യമായ ഒരു നാട്. രാവിലെ തെങ്കാശിയിലെത്തി ഇവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ അടവിനൈനാർ ഡാമും മേക്കര വില്ലേജും ഒക്കെ കണ്ടുമടങ്ങുന്ന ഒരു ചെറിയ എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. കാഴ്ചയിലും ഗ്രാമീണ ഭംഗിയിലും നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ കേരളം എന്നാണ് ഈ ഒരു ഗ്രാമമൊക്കെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുവന്നല്ലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARJ Trails. തെങ്കാശിയുടെ പുലർക്കാല കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വെളുപ്പിനെ തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇറങ്ങി. അവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററാണ് തെങ്കാശി ടൗൺ വരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ. കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ ഒരു ദിവസം കൊണ്ട് കണ്ടുവരാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് തെങ്കാശി. തെങ്കാശിയെ ചുറ്റിപ്പറ്റി ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എത്ര കണ്ടാലും കേട്ടാലും മടുപ്പനുഭവപ്പെടാത്ത അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണ് തെങ്കാശി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് തെങ്കാശി ചന്തയുടെ ഒരു ഷോട്ടെങ്കിലും ഇല്ലാത്ത സിനിമകൾ കാണാനേ കഴിഞ്ഞിരുന്നില്ല. തെങ്കാശിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം കാഴ്ചകൾ കാണണമെങ്കിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തെങ്കാശി ടൗണിലെത്തി. തമിഴ്നാട്ടിലെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗിയാണ് തെങ്കാശിയിലെ ഗ്രാമങ്ങൾക്കുള്ളത്. തടാകങ്ങളും ക്ഷേത്രങ്ങളും കൊയ്യാനായ പാടങ്ങളും എല്ലാം ചേർന്ന് ഒരു മുത്തശ്ശിക്കഥയിലെ ഗ്രാമീണ ഭംഗിയാണ് തെങ്കാശിക്കുള്ളത്. ഒരു കുടിൽ വ്യവസായ വാണിജ്യ കേന്ദ്രമായ തെങ്കാശിയിലെ ജനങ്ങളിലെ ഏറിയ പേരും കാർഷിക വൃത്തിയും കുടിൽ വ്യവസായവും ഒക്കെയാണ് തങ്ങളുടെ മുഖ്യ ഉപജീവന മാർഗമായി കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക ഭൂപടത്തിലെ മരം ഇറക്കുമതിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തെങ്കാശി. മരമുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടെ മരങ്ങൾ എത്തുന്നു. തെങ്കാശിയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ടെങ്കിലും തെങ്കാശി ടൗണിൽ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. ഈ ഒരു ക്ഷേത്രം കാരണമാണ് തെങ്കാശിയെ തെക്കിന്റെ കാശി എന്ന് വിളിക്കുന്നത്. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ബസ്സുകളിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റും. ശിവന്റെ വാഹനമായിട്ടുള്ള നന്ദിയുടെ ജന്മസ്ഥലമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് തെങ്കാശി ഭരിച്ചിരുന്ന പരകിര പാണ്ഡ്യൻ കാശിയിലെ ഭഗവാനെ ആരാധിക്കാനായിട്ട് ആഗ്രഹിച്ചു. രാജാവിന്റെ കുലദേവനായിട്ടുള്ള മുരുകൻ രാജാവിനൊരു അപൂർവ ഔഷധ ഗുളിക സമ്മാനിക്കുകയും ആകാശത്തിലൂടെ സഞ്ചരിച്ച് കാശി വിശ്വനാഥനെ ആരാധിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ വിശ്വനാഥനെ ആരാധിക്കാൻ എല്ലാ ദിവസവും കാശിയിലേക്ക് യാത്ര പോകാൻ കഴിയാത്തതിനാൽ രാജാവ് വളരെയധികം വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഭഗവാന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും താൻ അവിടെ വളരെ ദൂരെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഘോഷയാത്രയിൽ നീങ്ങുന്ന ഒരു ഉറുമ്പുകളുടെ കൂട്ടം അദ്ദേഹത്തിന് വഴി കാണിച്ചു തരുമെന്നും ഭഗവാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകി. അടുത്ത ദിവസം രാജാവ് ഘോഷയാത്രയിൽ നീങ്ങുന്ന ഉറുമ്പുകളെ തിരിച്ചറിയുകയും അവയെ പിന്തുടർന്ന് ഒരു ശിവലിംഗവും നദിയും കണ്ടെത്തി. അവിടെ ഒരു ക്ഷേത്രം പണിയുകയും തെങ്കാശി പട്ടണം സ്ഥാപിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ തനത് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിലാണ് പണിതെന്നാണ് പറയപ്പെടുന്നത്. മഹാദേവനായ ശിവനെ ഇവിടെ കാശി വിശ്വനാഥനായിട്ടാണ് ആരാധിക്കുന്നത്. വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടാണ് തെങ്കാശി പട്ടണം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം ശില്പങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. 7 നിലകളുള്ള ഈ ക്ഷേത്രത്തിൽ 13-ാം നൂറ്റാണ്ടിലെ കുറെ ശിലാലിഖിതങ്ങളും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എത്ര സിനിമകളിലെ മുഖം കാണിച്ചെന്ന് പറഞ്ഞാലും തെങ്കാശിയെ തിരിച്ചറിയാൻ ഒറ്റ മുഖമേ ഉള്ളൂ. അത് ഇവിടുത്തെ കൃഷിയാണ്. നെല്ല് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി മാമ്പഴമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് മാമ്പഴം കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. തെങ്കാശിയിലെ മറ്റൊരു വിശേഷപ്പെട്ട സംഭവമാണ് ഇവിടുത്തെ ശാരൽ തിരുവിഴ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാറ്റൽ മഴ.
മഴ നനയാനായിട്ട് മാത്രം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ടെന്ന് പറയുമ്പോഴാണ് തെങ്കാശി എത്രമാത്രം സ്പെഷ്യലാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ കഴിഞ്ഞ തെങ്കാശി യാത്രയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ കാണിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും ഞങ്ങൾ തെങ്കാശിയിലേക്കുള്ള യാത്ര നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലങ്കോട് പോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളിലുള്ളതായിട്ടുള്ള മേക്കര ഗ്രാമം. കേരളത്തിൽ നിന്നും അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട് വഴി തെങ്കാശിയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് മേക്കര വില്ലേജ്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ പാലക്കാടിനെ പോലെ തോന്നിക്കുന്ന ഈ ഒരു ഗ്രാമത്തിന്റെ കാഴ്ച എത്ര ഭംഗിയാണെന്ന് ഉള്ള കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ദൂരെ മലയുടെ മുകളിൽ കാണുന്ന ക്ഷേത്രമാണ് തിരുമലൈ മുരുകൻ കോവിൽ. കഴിഞ്ഞ ഞങ്ങളുടെ തെങ്കാശി യാത്രയിൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു ടെമ്പിൾ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു വീഡിയോസ് ഒക്കെ കവർ ചെയ്തിരുന്നത്. തിരുമലൈ കോവിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളും മറ്റു സൈഡിൽ പാടശേഖരങ്ങളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതിൽ നമ്മൾ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളും വാഴത്തോപ്പുകളും അതുപോലെ പാടശേഖരങ്ങളും ഒക്കെ നമ്മൾ ഈ മേക്കര വില്ലേജിന്റെ ഭാഗങ്ങളാണ്. തെങ്കാശിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ മേക്കര. മേക്കരയോട് ചേർന്ന് തന്നെ മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ആ ഒരു ക്ഷേത്രം. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇവിടുത്തെ അടവിനയനാർ ഡാം. ഈ നോക്കത്താ ദൂരത്തോളം കാണുന്ന പാടശേഖരങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് ആ ഒരു ഡാമിൽ നിന്നാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇത് തമിഴ്നാട്ടിലെ കേരളം എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയാറുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ട് തെങ്കാശി ടൗണിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അടവിനയനാർ ഡാമിലേക്കും അതുപോലെ മേക്കരയിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ ഈ റൂട്ടിൽ സഞ്ചരിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് എത്തുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു പാടശേഖരത്തിന്റെ നടുക്കോട്ടാണ് എൻട്രി ചെയ്യുന്നത്. ഇതാണ് മേക്കര വില്ലേജിന്റെ തുടക്കം. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ഗ്രാമം നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു വശത്ത് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ ഗാട്ട്സും അതിന്റെ താഴ്വാരത്ത് ഇതുപോലെ പച്ചക്കടൽ പോലെ നോക്കത്ത ദൂരത്തോളം കിടക്കുന്ന പാടശേഖരങ്ങളും ഒക്കെ ആയിട്ട് അതീവ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഒരു ഗ്രാമത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേരണം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ പാടത്തിൽ സൺറൈസ് ഒക്കെ തട്ടിയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വേറൊരു ലെവൽ കാഴ്ചയാണ് ഇവിടെ സമ്മാനിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് പാടത്തിന് നടുവിലൂടെയുള്ള പാതയിലൂടെ അല്ലെങ്കിൽ വരമ്പിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു കാഴ്ചയൊക്കെ മനസ്സിന് എത്രമാത്രം സമാധാനമാണ് തരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളും കൃഷിക്കാഴ്ചകളും ഒക്കെ കാണുവാനായിട്ട് മലയാളികൾ കേരളത്തിലെ ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് പാലക്കാടുള്ള കൊല്ലങ്കോട്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിൽ കൊല്ലങ്കോട് ഇടം പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും അങ്ങോട്ടേക്കുള്ള ആൾക്കാരുടെ ഒഴുക്ക് കൂടുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കൊല്ലങ്കോട് പിന്നെ മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയും അവരൊക്കെ കാരണം ആ സ്ഥലത്തിന്റെ സമാധാനവും ശാന്തമായ അന്തരീക്ഷം നഷ്ടപ്പെടുകയും മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ആവുന്ന കാഴ്ചകളുമാണ് അന്ന് കണ്ടത്. എന്നാൽ അതിനേക്കാളേറെ ഭംഗിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമമാണ് ഈ ഒരു മേക്കര. ഈ പച്ചപ്പും ഇവിടുത്തെ കൃഷിയിടങ്ങളുമൊക്കെ ഇതുപോലെ മനോഹരമായിട്ട് നിലനിർത്തുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒന്നാണ് വെള്ളം. ഈ ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും ഒക്കെ മൊത്തം ജലസ്രോതസ്സായിട്ടുള്ള അടവിനയനാർ ഡാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമേ ആ ഒരു ഡാമിലേക്ക് ദൂരമുള്ളൂ. ഡാമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മേക്കര ഗ്രാമത്തിലെ കുറെ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മളെ ക്യാമറയിൽ പകർത്തിയ കുറച്ച് ഷോർട്സ് നിങ്ങളൊന്ന് കണ്ടോളൂ.
അങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്ന കൂടെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കണ്ട ഒരു നാടൻ കടയിലേക്ക് കയറി. ഇവിടുത്തെ ദോശയ്ക്കും ചട്നിക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഫുഡ് കിട്ടുന്നുള്ള യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇല്ലായിരുന്നു. ഇതാണ് അടവിനയനാർ ഡാം. ഈ ഒരു ഡാം നിങ്ങൾ റീൽസിലൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. മഴക്കാലത്ത് ഈ ഒരു ഡാം നിറഞ്ഞു കവിഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്യുമ്പോൾ പാല് പോലെ വെള്ളം പതഞ്ഞൊഴുകുന്ന ആ ഒരു കാഴ്ചയൊക്കെ വളരെയധികം മനോഹരമാണ്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഡാം ഹനുമാൻ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചത്. 1994 നിർമ്മാണം തുടങ്ങി 2002 പൂർത്തിയാക്കിയ ഈ ഒരു അണക്കെട്ട് 10 ഗ്രാമങ്ങളിലെ 15,000 ഏക്കർ കൃഷിഭൂമിക്ക് വെള്ളം നൽകുന്നു. ശരിക്കും ഈ ഒരു ഡാം അതിന്റെ യഥാർത്ഥ ഭംഗിയോടുകൂടി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം നമ്മുടെ മൺസൂൺ സീസണിലാണ്. ആ ഒരു സമയത്താണ് ഡാം നിറഞ്ഞു കഴിഞ്ഞ് ഓവർഫ്ലോ ആവുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഭംഗിയുള്ള ഗ്രാമീണ കാഴ്ചകളാണ്. ഒരു ക്യാമറയും കയ്യിലെടുത്തുകൊണ്ട് ഈ ഒരു വില്ലേജിന്റെ ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും അതിമനോഹരമായിട്ടുള്ള ഫ്രെയിമുകളാണ് നമുക്ക് കിട്ടുക. അങ്ങനെ തെങ്കാശിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങിയാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് അച്ചൻകോവിലെ ഫോറസ്റ്റ് റൂട്ട് വഴിയാണ്. ഒരുപാട് കാട്ടാന ശല്യമുള്ള ഈ ഒരു റൂട്ട് ശരിക്കും യാത്രയ്ക്ക് റിസ്ക് ആണെങ്കിലും ഫോറസ്റ്റും ആ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലൂടെയുള്ള യാത്ര തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ മനോഹരമാണെങ്കിലും പോകുന്ന റോഡ് അത്ര നല്ലതല്ല. റോഡ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് ഓഫ് റോഡ് കണക്കിന് ഉള്ള വഴിയാണ് ഇവിടെ ഉള്ളത്. തമിഴ്നാട്ടിലെ കൊടും ചൂടൊക്കെ സഹിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ബൈക്കിൽ ഈ ഒരു ഐസ്ക്രീം കച്ചവടക്കാരനെ കണ്ടത്. നല്ല ദാഹമുള്ളതുകൊണ്ടും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നതുകൊണ്ടും ആ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ലായിരുന്നു. തിരിച്ച് വരുന്ന വഴിയിൽ റോഡ് പല സ്ഥലങ്ങളിലും ഇല്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് നാട്ടുകാരൊക്കെയോ ചേർന്നിട്ട് കല്ലും ഒക്കെ കൊണ്ടുപോയിട്ട് റെഡിയാക്കി എടുത്തൊരു റോഡാണ്. ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടിയുടെ അടിയൊരയാതെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് കയറിപ്പോയത്. ഈ കാണുന്ന ഒരു പാട് കുറച്ചു മുമ്പ് കാട്ടാന ഇതിൽ ഇറങ്ങിപ്പോയവരാണ്. കുറച്ചുകൂടെ മുന്നെയാണ് ഞങ്ങൾ ഇതിലെ വന്നെങ്കിൽ ഒരുപക്ഷെ ആനയുടെ ഫ്രണ്ടിൽ പെടാനുള്ള നല്ല സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് കാനനപാതയിലൂടെ നടന്നു പോകുന്ന കുറച്ച് അയ്യപ്പന്മാരെയും ഈ റൂട്ടിൽ കാണാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ARG ട്രെയിൽസ് എന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.